നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി വെള്ളം അടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ബോഡി നനച്ചിടും. അതായത് വീലും വീലാർച്ചുമാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ ബോഡി നമ്മൾ ജസ്റ്റ് നനയ്ക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫോമിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബോഡിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പം ബോഡിയും അതേപോലെ വീലാർച്ചുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോഡി വാഷിനകത്തെ ഫസ്റ്റ് നമ്മൾ അണ്ടർ ബോഡി ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് 4 വീലാർച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4 വീലാർച്ച് നമ്മൾ പക്കയായിട്ട് ക്ലീൻ ചെയ്യുക. ബോഡി ജസ്റ്റ് നനച്ച് വിട്ടാൽ മതി. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് മാക്സിമം നമുക്ക് വെള്ളം സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഒരുപാട് വെള്ളം അടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഫോമിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾ വെള്ളം അടിക്കുന്നുണ്ട് ബോഡിയിൽ. അപ്പോൾ അതിനകത്ത് ആ 2 സെക്ഷനകത്ത് നമ്മൾ ബോഡി മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നമ്മുടെ പ്രഷർ വാഷർ യൂസ് ചെയ്തതിന് ശേഷം സ്പോട്ടിൽ തന്നെ നമ്മൾ ജെൻസെറ്റ് ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഫ്യൂവലും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് മതി നമുക്ക് ഈ ജനറേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ വർക്ക് ഫാസ്റ്റ് ആക്കുക. അതേപോലെ തന്നെ നമ്മൾ വെള്ളമായാലും ഫ്യൂവലായാലും എല്ലാം സേവ് ചെയ്യാനും കൂടെ നോക്കുക. നമ്മൾ വീലാർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീലാർച്ചിന് ഉൾവശം ഈ ഒരു ഭാഗത്ത് മിക്കവാറും നല്ല ചെളിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് വണ്ടി ചെയ്താലും. അതിപ്പോൾ ബൈക്കായാൽ തന്നെ. അതുപോലെ തന്നെ ടോപ്പ് ചെയ്യുമ്പം നമ്മൾ ഗണ്ണ് പിടിക്കേണ്ട ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഗണ്ണ് എടുക്കാൻ. അതായത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഗണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരുപാട് ചിലവാകുകയും ചെയ്യും. നമുക്ക് ഏരിയ ഒരുപാട് കവർ ചെയ്യാനും പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പം മാക്സിമം നമ്മൾ ഉയർത്തിപ്പിടിച്ച് തന്നെ ചെയ്യുക. നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബെയറിങ്ങിൽ പിടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബെയറിങ് പിടിക്കുന്ന സമയത്ത് ഈ കപ്ലിങ് പുറകോട്ടായിട്ട് നമ്മുടെ നോസിൽ തെറിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം അത് ബോഡിയിലൊക്കെ ചെന്ന് അടിക്കും. അതുപോലെ ബെയറിങ് കംപ്ലൈൻറ്റ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യുമ്പം ഒരു കൈ ഈ നോസിലിൻ്റെ അറ്റത്തും ഒരു കൈ നമ്മുടെ ട്രിഗറിലും ആയിരിക്കണം.